നമ്മുടെ അമ്മ അതിനും കൂടെ ഒരു ഫുട്ബോളും ചുമന്നുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ ഫുട്ബോളല്ല, വാപ്പ എവിടുന്നോ കൊണ്ടുവന്ന നമ്മുടെ ബബ്ലി മാസാണ് കേട്ടോ. ബബ്ലി മാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പിളി നാരങ്ങ. പണ്ട് നമുക്ക് നാട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനമായിരുന്നു കേട്ടോ ഇത്. ഇതിൻ്റെ ചുവപ്പുണ്ട് വെള്ളയുണ്ട്. അപ്പം ഞാൻ അതിനെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ യുവമാരും കൂടെ ഇതൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇന്ന് വാപ്പ എവിടെ പോയപ്പോൾ വാപ്പക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. പണ്ട് നമുക്ക് ഈ സാധനം കിട്ടുമ്പോഴത്തേക്കും നമ്മൾ 4-5 വീട്ടിലെ പിള്ളേരൊക്കെ ഒരുമിച്ചാണല്ലോ ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം പിച്ച് ചീന്തി പറിച്ചെടുത്ത് ഒരു മേളമായിട്ടാണ് ഇത് കഴിക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഓരോ പീസായിട്ട് ഓരോരുത്തർ കയ്യിലടക്കി പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഇത് നിനക്കെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി വെയിലൊക്കെ വന്നു കേട്ടോ. അങ്ങനെ തുണിയൊക്കെ എടുത്ത് വിരിച്ചതിന് ശേഷം ഞാൻ ദാ ഒരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി ഇതിനെ ഒന്ന് കഴിച്ച് നോക്കണം. നല്ല പുളിപ്പ് മധുരവും കൂടെ ഒന്നിച്ചുള്ള സാധനമാണ് കേട്ടോ. ഞാനിതിൻ്റെ തോൽ ഇങ്ങനെ ഉരിച്ചതാ ഇങ്ങനെ അയിനൂന് കൊടുത്തു കേട്ടോ. എന്നിട്ട് വെറുതെ കടിച്ച് നോക്കി. പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മുടെ മൊസമ്പിയിലൊക്കെ ഉപ്പിടുന്ന കണക്ക് അത് കഴിച്ചപ്പോൾ അയിനൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ. ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കാം. പിഞ്ച് പിഞ്ച് പിഞ്ച്. അല്ലാ, എനിക്കത് തിന്നപ്പോഴേ ഭയങ്കര പുളിപ്പായിട്ട് തോന്നി. പിന്നെ ഉപ്പിട്ട് കഴിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ. ഉപ്പും ആ മധുരവും പുളിപ്പും ഒക്കെ കൂടെ ചേർന്ന് ഒരു വല്ലാത്ത ടേസ്റ്റ്. എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി മഴ.